പ്രൈസ് ദ ലോർഡ്. ഇച്ചിരി കഷ്ടപ്പാടാണ് അല്ലേ? സാരമില്ല, വൈകുന്നേരം വരെ. ഇനി നമ്മൾ കേൾക്കാൻ പോണത് കുറേയും കൂടി കഠിനമായ കാര്യങ്ങളാണ്. എന്ത് വേണം നിങ്ങൾക്ക്? പാല് വേണോ അതോ ബിരിയാണി വേണോ? എന്ത് വേണം? പാല് മതിയല്ലേ? പാല് വേണോ അതേ കട്ടിയുള്ള ഭക്ഷണം വേണോ? കട്ടിയുള്ള ഭക്ഷണം വേണോ? അതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതൊന്നും സാധാരണ ധ്യാനങ്ങൾ ഇങ്ങനെ അല്ലല്ലോ. സാധാരണ ധ്യാനങ്ങളിൽ പറഞ്ഞ് കേട്ടേക്കണത് തന്നെ കേൾക്കണോ? പുതിയ എന്തെങ്കിലും കേൾക്കണോ? പുതിയ ആ ഒരാശയം നിങ്ങളങ്ങ് ഉൾക്കൊള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്കൊക്കെ ഭയങ്കര തലവേദനയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ഒരുപാട് പേരുടെ തലയിൽ സ്ക്രൂകളൊക്കെ ഇളകുന്നുണ്ടെന്ന് അർത്ഥം. നമ്മുടെ പഴയ സെറ്റിംഗ് മാറണം, ഒരു പുതിയ സെറ്റിങ്ങിലേക്ക് വരണം. നമ്മളൊരുപാട് കേട്ട് കേട്ട് പരിചയമുള്ളതെല്ലാം മാറി പുതുവീഞ്ഞാണ്. പുതിയ ബോധ്യങ്ങൾ, പുതിയ ജ്ഞാനം, ഒരു പുതിയ സുവിശേഷത്തിന് വേണ്ടി, നിങ്ങളെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. മദർ തെരേസ വന്നത് ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ്. നിങ്ങളും ഒരുപാട് ടീച്ചർമാരാകാം, നേഴ്സുമാരൊക്കെ ആകാം. അതുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു പ്രാരംഭ ശുശ്രൂഷയാകുന്നുള്ളൂ. മദർ തെരേസ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വന്നു. അതുപോലെ എന്തോരം പേരാണ് മിഷനറി സ്കൂളുകളൊക്കെ നടത്തി. പക്ഷേ അവിടെ നിന്നോ? അവിടെ നിന്നും വിളിക്കുള്ളിൽ ഒരു വിളിയുണ്ടെന്ന് മനസ്സിലായി. എന്ത് മനസ്സിലായി? വിളിക്കുള്ളിൽ ഒരു വിളി. എൻ്റെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഞാനൊരു എൻജിനീയർ ആയിരുന്നു. ഞാൻ എൻജിനീയർ ആയിരുന്ന കാലത്ത് വളരെ പ്രഗത്ഭനായ എൻജിനീയർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിലെ വലിയ വലിയ ഫാക്ടറികൾ, പെട്രോകെമിക്കൽസ്, സ്റ്റീൽ പ്ലാന്റുകൾ, ഇതിലെല്ലാം ആർക്കും ചെയ്യാൻ പറ്റാതിരുന്ന ചില ജോലികൾ 6 മാസമായിട്ട് ചെയ്തിട്ട് ശരിയാവണില്ല. ഒരു ജോലി വലിയ ഒരു ഫാക്ടറിയിൽ, ആ ഫാക്ടറി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കെ ആരോ പറഞ്ഞു കേട്ടു, ഇങ്ങനെ തോമസ് പോൾ എന്ന് പറഞ്ഞ ഒരു എൻജിനീയർ ഉണ്ട്, ഇയാളെ വിളിച്ചാൽ ചിലപ്പോൾ ശരിയാകും. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ശരിയാക്കാം, പൂർണ്ണമായിട്ട് ശരിയാക്കാം. കാരണം നമുക്കുള്ള ഉറപ്പെന്താ? കർത്താവല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. അന്നേ എനിക്ക് നല്ല ഉറപ്പായിരുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് കിട്ടുമ്പോൾ ഇത് ശരിയാവും. അതുകൊണ്ട് ഞാൻ ആ മെഷീൻ്റെ അടുത്തിരുന്ന് 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എനിക്കൊരു ഐഡിയ, ഇതാണ് വഴി. പിറ്റേ ദിവസം ഞാൻ ഓടി ഫാക്ടറിയിൽ പോയി അവരുടെ ജനറൽ മാനേജരോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴെനിക്ക് സമാധാനമായുള്ളൂ. അയാൾ പറയുന്നു, അയ്യോ നിനക്കിതെങ്ങനെ ഈ ഐഡിയ കിട്ടി? ഞങ്ങളിവിടെ ഇത്രയും എൻജിനീയർമാർ 6 മാസമായിട്ടിരുന്ന് തല പുകഞ്ഞിട്ടും സാധിക്കാത്ത കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? പ്രൈസ് ദ ലോർഡ്. എന്താണ് നമ്മുടെ ഉത്തരം? പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഈ നെസ്കോഫിയൊക്കെ നിങ്ങൾ കുടിക്കാറുണ്ടല്ലേ? കുടിക്കാറുണ്ടോ? ഇല്ലോ? എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നെസ്കോഫി ഉണ്ടാക്കണത് എങ്ങനെയാന്ന്? അതാണ്, അത് വലിയ ഒരു പ്രസ്ഥാനമാണ് ഇത് ഉണ്ടാക്കണത്. ഈ നെസ്കോഫി ഉണ്ടാക്കണ കമ്പനി, അതൊന്ന് ചിന്തിച്ചാൽ നല്ലതാ. ഒരു 11 നില ഉയരമുള്ള ബിൽഡിംഗാണ് ആ ഫാക്ടറി. അതിനകത്ത് 10 നിലയും ഒരു ഫ്ലാസ്കാണ്, ഒരു ഗ്ലാസിൻ്റെ ഫ്ലാസ്ക്. ഒന്ന് ആലോചിച്ച്, 10 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലുള്ള ഒരു ഗ്ലാസ് ഫ്ലാസ്കിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി. ഗ്ലാസ്, കംപ്ലീറ്റ് ഗ്ലാസ്. അതിൻ്റെ മുകളിൽ നിന്ന് ഡിക്കോക്ഷൻ ഇങ്ങനെ സ്പ്രേ ചെയ്യും. ഈ കോഫി അരച്ച് കലക്കി അതിനകത്ത് ചില മിക്സ് കൊടുത്തിട്ട് അതിങ്ങനെ മുകളിൽ നിന്ന് സ്പ്രേ ചെയ്യുമ്പോൾ താഴെ നിന്ന് ഹീറ്റ് പോകും. താഴെ വരുമ്പോഴേക്കും ഇത് നെസ്കോഫി ആയിട്ട് രൂപപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള ആ ഫാക്ടറിയുടെ മുകളിൽ
ഒരു വലിയ മെഷീൻ കയറ്റണം. അതൊരു നഞ്ചങ്കോട് എന്ന് പറഞ്ഞ് മൈസൂരിലുള്ള ഒരു കോഫി പ്ലാന്റേഷൻ ധാരാളമുള്ള ഒരു കാട്ടിലാണ് ഈ ഫാക്ടറി. കാട് ഇപ്പം കാടൊന്നുമല്ല, അന്നൊരു കാടായിരുന്നു. അവിടെ ഇന്ന് നമ്മൾ പുറത്തെല്ലാം കാണുന്ന വലിയ വലിയ ക്രെയിനുകളൊന്നുമില്ല അവിടെ. അപ്പോൾ ഈ കമ്പനി സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സായിപ്പുമാരാണ് ഈ കമ്പനി നടത്തുന്നത്. അവർ തന്നെ വലിയ തലയുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഇത്രയും ഉയരത്തിൽ ഈ മെഷീൻ കയറ്റി വയ്ക്കാൻ എന്താണ് വഴി എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്തപ്പോൾ, മൂന്നാമത്തെ പ്രാവശ്യം അഡ്വർടൈസ്മെന്റ് ചെയ്തപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വന്നത്, ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യാം, നമ്മുടെ കമ്പനി ചെയ്യാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അതിന് സായിപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു നിബന്ധന, ഇത് ചെയ്യാൻ കഴിവുള്ള എൻജിനീയേഴ്സ് ആദ്യം സായിപ്പിൻ്റെ അടുത്ത് വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഈ കോൺട്രാക്റ്റ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ആദ്യം ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോഴേ തന്നെ സായിപ്പിന് മൂഡ് ഔട്ടായി. കാരണം സായിപ്പ് വലിയ ആളാണ്, ജോലി വലിയ ഉയരത്തിലാണ്, ഞാനോ ചെറിയ ആൾ. എന്നെ കണ്ടപ്പോഴേ തന്നെ ഇത്രയും ചെറിയ ആൾ ഇത്രയും വലിയ ജോലി എങ്ങനെ ചെയ്യുന്നുള്ള മാതിരിയാണ്. ഞാൻ സായിപ്പിനെ ഇങ്ങനെ മുകളിലോട്ട് നോക്കണം. ഇയാൾ എന്നോട് ചോദിച്ചു, ഡു യു ഹാവ് എ ക്രെയിൻ? ഇത്രയും ഉയരത്തിൽ മെഷീൻ പോക്കി വെക്കാൻ പറ്റിയ ഒരു ക്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ക്രെയിനൊന്നുമില്ല, പക്ഷെ ഐ ഹാവ് എൻ ഐഡിയ. ഇയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇയാൾ ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഒച്ചയിൽ പറയാൻ തുടങ്ങി. ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വന്നിരിക്കുകയാണ്. ബോംബെയിലായിരുന്നെന്ന് ഞാൻ ഫ്ലൈറ്റിന് ബോംബെയിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നോ ഐ ഹാവ് എൻ ഐഡിയ. നോ ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യുവർ ഐഡിയ, ഗെറ്റ് ഔട്ട്. ഷോ, എന്ത് ചെയ്യും? സായിപ്പ് പറഞ്ഞതാണ്. പിന്നെ അയാൾ മനസ്സിളകൂല. ഇതാണ് സായിപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ നമ്മൾക്ക് കാര്യം സാധിക്കണം, കോൺട്രാക്റ്റ് കിട്ടണം, ഈ ജോലി ചെയ്യണം. അന്ന് എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യമില്ല. അതാണ് വേറൊരു പോയിന്റ്. എന്തായാലും അന്നേ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, ഇപ്പം എനിക്കൊരു ജ്ഞാനം നൽകണം എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവേ എനിക്ക് ഇപ്പം ജ്ഞാനം നൽകണം, നീ പറഞ്ഞിട്ടുള്ളതാണ്, നിനക്ക് എന്ത് സംസാരിക്കണമെന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു തരും. ഞാൻ വീണ്ടും ഇയാളോട് പറഞ്ഞു, ഒരു സെന്റൻസ് കൂടി പറയാൻ എന്നെ അനുവദിക്കണം, പ്ലീസ് അലൗ മീ ടു സ്പീക്ക് വൺ മോർ സെന്റൻസ്. ഇയാൾ സമ്മതിക്കുന്നില്ല. വീണ്ടും ഞാൻ കെഞ്ചി പറഞ്ഞപ്പോൾ അയാൾ ഇച്ചിരി ദേഷ്യഭാഗത്തിൽ പറഞ്ഞു, യെസ് സ്പീക്ക്. പരിശുദ്ധാത്മാവേ നന്ദി, ഇനി ഒറ്റ സെന്റൻസ് കൊണ്ട് കാര്യം നടക്കണം. ഒറ്റ സെന്റൻസ് കൊണ്ട് ഇയാളെ നമ്മൾ പറഞ്ഞ ആശയം പറഞ്ഞു ഫലിപ്പിക്കണം, കോൺട്രാക്ട് നേടുകയും ചെയ്യണം. പരിശുദ്ധാത്മാവേ പെട്ടെന്നൊരാശയം കൊണ്ട് വന്നു, ഓൺ ദ സ്പോട്ട് ആശയം വന്നു. ഞാൻ പറഞ്ഞു, വി ഇന്ത്യൻസ് മെയ്ഡ് താജ്മഹൽ വിത്തൗട്ട് ക്രെയിൻ. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഞങ്ങൾ ഇന്ത്യക്കാർ താജ്മഹൽ പണിതത് ക്രെയിൻ ഉപയോഗിച്ചിട്ടല്ല. ഇയാൾക്ക് ശരിക്കും മനസ്സിലായി. പ്രൈസ് ദ ലോർഡ്. ഇയാള് മുഖത്തെ ദേഷ്യഭാവം മാറി. ഇയാൾ നമ്മൾ മലയാളത്തിൽ പറയല്ലേ കണ്ണ് തള്ളുന്ന് പറഞ്ഞത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇയാളുടെ കണ്ണൊക്കെ ഇങ്ങ് പുറത്തേക്ക് വന്നു. സാവധാനം ഇയാൾക്കൊരു ചെറിയ പുഞ്ചിരി. കാരണം എടാ ഇവൻ എന്തോ വലിയൊരു കാര്യമാണ് പറയാൻ പോണെന്നുള്ളത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്ലീസ് സിറ്റ് ഡൗൺ. ഓ, സമാധാനായി. എന്നിട്ട് പറഞ്ഞു, വാട്ട് ഈസ് യുവർ ഐഡിയ? അപ്പം ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയൂല. അത് ഞാൻ പറയൂല, അത് ഭയങ്കര ഐഡിയ ആണ്, അത് പറഞ്ഞാൽ പിന്നെ എൻ്റെ കേസ് പോയില്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല, നീ ഐഡിയ പറഞ്ഞിട്ട് ഞാനത് ചെയ്യാൻ പോണില്ല, നിനക്ക് വേറെ ആരെ കൊണ്ടും ചെയ്യിക്കുകയുമില്ല, യു വിൽ ഗെറ്റ് ദ കോൺട്രാക്ട്.
ഞാൻ ഈ ഐഡിയ പറഞ്ഞപ്പോൾ ഇയാൾ ചാടി എഴുന്നേറ്റും, ഇത് നിനക്ക് എങ്ങനെ ഇത് കിട്ടിയ ഐഡിയ? ഇയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് സായിപ്പ് പിടിച്ചപ്പോഴേക്കും എൻ്റെ എല്ലൊക്കെ അങ്ങ് ഞൊരിഞ്ഞു പോണ മാതിരി. ഇയാൾ അത് കഴിഞ്ഞിട്ടൊരു ഷേക്ക് ഹാൻഡ് തന്ന് എന്നിട്ട് പറയാണ്, ഇത് നീ തന്നെ, നിനക്ക് ഞാൻ ഈ കോൺട്രാക്റ്റ് അവാർഡ് ചെയ്യുന്നു മാത്രമല്ല എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് എനിക്ക് നീ ചോദിച്ചതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട് ഇതിന് പൈസ. അതുകൊണ്ട് നീ ചോദിച്ചതിനെ ഡബിൾ പൈസ ഞാൻ ഇതിന് തരാം. പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മൾ നാട്ടിലെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരാൾ ചോദിച്ച പൈസയിലും ഡബിൾ തരാമെന്നൊരാൾ പറയണത്. കന്യാസ്ത്രീമാർ പോലും അങ്ങനെ പറയൂല. കരുണയുള്ള ഈ സായിപ്പ് പറയാണ്, നീ ചോദിച്ച പൈസയുടെ ഡബിൾ ഞാൻ തരാം. ഞാനിതെല്ലാം പറയുന്നത് ഈ അന്നേ കണ്ടേ, അതായത് ഒരു 25 വർഷം മുമ്പ് നടന്ന കാര്യമാണിതെല്ലാം. അതിന് 35 വർഷം 40 വർഷം മുമ്പെല്ലാം എനിക്ക് ഈ ജ്ഞാനത്തിനോട് ഭയങ്കര പ്രേമമായിരുന്നു. ജ്ഞാനം കിട്ടിയാൽ മതി വലിയ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു എൻജിനീയർ ആയിരുന്നു. എന്നെ കർത്താവ് അതെല്ലാം ഉപേക്ഷിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ എൻജിനീയർ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 25 വർഷമായി ആ ജോലിയെല്ലാം വിട്ട് എൻ്റെ ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കും? ഈ വയറുണ്ടല്ലോ നമുക്കൊക്കെ, ഭാര്യയും പിള്ളേരും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈശോന് നല്ല പരിപാടിയാണ്. പറഞ്ഞ ആകാശത്തിലെ പക്ഷികളെ നോക്കി അവ വിതയ്ക്കുന്നുണ്ടോ, കൊയ്യുന്നുണ്ടോ, കളപ്പുരകളിൽ ശേഖരിക്കുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ കന്യാസ്ത്രീമാരുടെ മാതിരിയാ, ഇല്ലേ? അവർക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. എന്നിട്ട് പറയാണ്, നീ അവയേക്കാൾ ശ്രേഷ്ഠനാണോ? തീർച്ചയായിട്ടും ഞാൻ ദൈവമകനാണ്. എങ്കിൽ ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് കിട്ടും. ഇതാണ് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡറും സാലറി സ്ലിപ്പും എല്ലാം. അങ്ങനെ 25 വർഷമായിട്ട് ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് എന്നെ തീറ്റിപ്പോറ്റുകയാണ്. എനിക്കറിയില്ല അടുത്ത മാസം ഞങ്ങളെങ്ങനെ ജീവിക്കുമെന്ന്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് ശുശ്രൂഷകരുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ടെലിവിഷൻ ചാനൽ വരെയുണ്ട്. ഇതെല്ലാം കർത്താവ് പരിപാലിക്കുന്നു. എന്തുകൊണ്ടാണ്? പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടും നിന്നെ നയിക്കുന്നു. ആമുഖമായിട്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയാണ് നമ്മുടെ ആത്മീയത വളരുന്നതും ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവുന്നതും. അന്നും ഇന്നും പ്രഭാതത്തിൽ ഉണർന്ന് അതിരാവിലെ എൻ്റെ പ്രാർത്ഥന ഒറ്റ കാര്യം മാത്രമാണ്, ജ്ഞാനം നൽകണേ. അങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ദൈവവചനത്തിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ചുമ്മാ വായിച്ചു പോയാൽ പോരാ, അത് എഴുതിയിരിക്കുമ്പോൾ തന്നെ ഇത് ഇപ്പോഴൊന്നും ആർക്കും മനസ്സിലാകരുതെന്നും പറഞ്ഞ് എഴുതിയേക്കണത്. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോഴൊന്നും ആർക്കും മനസ്സിലാകരുത്. ഇത് കുറേ നാൾ കഴിഞ്ഞ് ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പരിശുദ്ധാത്മാവിലൂടെ ഇതിന് ഒരു പുതിയ മനസ്സിലാകൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജോൺ ഓഫ് ദ ക്രോസ് പിതാവിനെല്ലാം കിട്ടിയത്. പക്ഷെ അങ്ങേര് കുറേ നാൾ ജയിലിലൊക്കെ കിടന്നപ്പോഴാണ് ഇത് കിട്ടിയെന്നുള്ളൂ. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് കിടക്കുകയാണെങ്കിൽ നന്നായിരുന്നേനില്ലേ? എന്ത് പറയണമേ, നമ്മൾ ആരെങ്കിലും ഒരു മുറിയിലിട്ട് കുറേ നാൾ പൂട്ടിയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു. സുഖമായിട്ട് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കട്ടെ അതിനുവേണ്ടി? നിങ്ങളാരെങ്കിലും കുറേ നാൾ പൂട്ടിയിടാനായിട്ട്? ഇതൊക്കെയാണ് വലിയ രഹസ്യം എന്ന് പറയുന്നത്. പൂട്ടിയിടാൻ പോയിട്ട് ഒരു ദിവസമൊന്നും ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. സത്യദീപത്തിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. എന്താ അഡ്വർടൈസ്മെൻറ്റ്? ഈശോയുടെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ കുഞ്ഞൻ ജത്തിമാരെ സ്വാഗതം.
കുഞ്ഞൻചെത്തിമാർ ഇവിടെ വന്നിട്ട് മുന്തിരിത്തോട്ടത്തിൽ ഒരു വിശ്രമവുമില്ല. ഒരു ദിവസം പോലും നമ്മുടെ ഈശോൻ്റെ ഒപ്പം ഇരിക്കാനോ, ഈശോൻ്റെ സ്വരം കേൾക്കാനോ, ഈശോനെ ഒന്ന് സ്നേഹിച്ച് ശാന്തമായിട്ടിരിക്കാൻ. ഒരു ദിവസം അവിടെ ചാപ്പലിൽ പോയി ഇരിക്കുകയാണെങ്കിൽ പറയും, ഈ കുട്ടി എന്താ അവിടെ ഇരിക്കണേ, സിസ്റ്റർ എന്താ അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കണത്, ആ ജോലിയൊക്കെ ചെയ്തൂടെ, ഇതേ അവിടെ തോട്ടം അടയ്ക്കാൻ, അവിടെ അത് ചെയ്യാൻ, ഇത് ചെയ്യേണ്ട, ഈ ജോലിയൊക്കെ ചെയ്യേ. ഇരുത്തുമില്ല നമ്മളാ. ക്ഷമിക്കണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയണേ. അപ്പം നമ്മുടെ ജീവിതം, അയ്യോ ദേ ഒരു വചനം വരണു, അയ്യോ ഒരു വചനം വരണു. പ്രഭാഷകൻ 38:24, പ്രഭാഷകൻ 38:24 പറയുന്നത്, ഓ എൻ്റെ കർത്താവേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള വചനമാണ്. എന്താ പറയണേ അവിടെ? പ്രഭാഷകൻ 38:24 പറയുന്നത്, പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ ജ്ഞാനം ലഭിക്കുള്ളൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനിയാകും? അവൻ ഉഴവച്ചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരനും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവൻ്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ. അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, 4 പ്രാവശ്യം ഒരേ കാര്യം തന്നെ പറയണം. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ ഇല്ല. ഇത് നമ്മളോട് എന്താ സംസാരിക്കണേ? ഇത് ഇന്നലെ പത്രോസ് അത് തന്നെയല്ലേ പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അങ്ങനെ തന്നെ. അതായത് ഇത് ഭയങ്കര ഒരു രഹസ്യമാണ്. നമ്മൾ ഈ ഓടി നടന്ന് കുറേ ശുശ്രൂഷ ചെയ്യണം. ചെയ്തത് കൊണ്ട് ശുശ്രൂഷ ചെയ്യും, പക്ഷെ ജ്ഞാനം കിട്ടൂല, ദൈവിക വെളിപ്പെടുത്തൽ കിട്ടൂല. അതിനു വേണ്ടിയാണ് ഈ നമ്മൾ ദൈവവിളിയെ സംബന്ധിച്ച് പറയുന്നൊരു വചനമാണല്ലോ. എന്തിനാണ് അപ്പസ്തോലന്മാരെ തൻ്റെ അടുത്തേക്ക് അവൻ വിളിച്ചത്? എല്ലാവർക്കും ബൈഹാർട്ടാണ് ആ വചനം, മർക്കോസ് 3:14. അവനോട് കൂടെ ആയിരിക്കാൻ, അവനോട് കൂടെ ആയിരിക്കാൻ. അപ്പോൾ വാസ്തവത്തിൽ നൊവിഷ്യേറ്റും റിട്രീറ്റും ഈ റിക്കളക്ഷനും ഈ സമയത്തെല്ലാം നമ്മളിങ്ങനെ ശാന്തമായിട്ട് അവനോട് കൂടെ ആയിരിക്കണം. നമ്മളൊരുപാട് കുറേ ഏകാന്തതയിലായിരിക്കണം, സോളിറ്റ്യൂഡിലായിരിക്കണം. ആ സോളിറ്റ്യൂഡ് അനുഭവത്തിലാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ വെളിപാടുകൾ നമുക്ക് കിട്ടിയുള്ളൂ. സോളിറ്റ്യൂഡ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിങ്ങനെ ഓടി നടക്കുകയാണെങ്കിൽ ഈ കൽപ്പണിക്കാരൻ്റെ മാതിരിയും അല്ലെങ്കിൽ കൊച്ചവൻ്റെ മാതിരിയും ഈ കലപ്പ പിടിക്കണവൻ്റെ, അവൻ ഈ കലപ്പയുടെ കാര്യവും ചാട്ടയുടെ കാര്യമൊക്കെ ചിന്തിക്കണത്. കാര്യം മനസ്സിലായല്ലോ. ഇനി അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് വഷളാക്കണ്ട. ഇത് എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളതാണ്. ഈ ഇടയ്ക്ക് ഇത് കൂടെ കൂടെ വരുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഓവറായിട്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്നും കോണ്ടംപ്ലേറ്റീവ് ഓറിയൻറ്റഡ് ആകണം നമ്മൾ. അതാണ് ഈശോ പറഞ്ഞത്, മാർത്ത മാർത്ത നീ ഇങ്ങനെ ഓടി നടന്നോ, പക്ഷേ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ അവള് തിരഞ്ഞെടുത്തേക്കണേ? അവള് ഓടി നടക്കണില്ല, അവൾ ഈശോന്റെ കാൽക്കൽ ഇരുന്ന് അവൻ പറയുന്നത് ശ്രവിക്കുകയായിരുന്നു. അതാണ്
പച്ചയായ പുൽത്തകിടിയിൽ. അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അപ്പൊ ഈശോയുടെ കാൽക്കൽ ഇരുന്ന് ഈശോയുടെ ഹൃദയത്തിൽ ചാരിക്കിടന്ന് ഈശോയുടെ വചനവും കേൾക്കണം. കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം, ഈശോ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് സന്തോഷമായി ഈ അങ്ങനെയൊക്കെ ചോദിക്കണതിൽ. അപ്പോൾ അതിങ്ങനെ പൊളിച്ച് ഓപ്പനിങ്, അതിനാണ് റിവീലിംഗ് എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞു, ഇതാ വചനം വരുന്നു. കൊച്ചു ത്രേസിക്ക് വളരെ പ്രിയപ്പെട്ടൊരു വചനമാണിത്. ലൂക്കാസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം. ലൂക്ക 10:21. അതേ പിതാവേ, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അടുത്ത വചനം കൂടി വായിക്കാം. അതേ പിതാവേ, അതായിരുന്നു. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞ് വായിക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞേ. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. തുടർന്ന് എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു കണ്ടുപിടുത്തം, ഈ ജീവിതം മുഴുവനും പുത്രന്റെ മണവാട്ടിമാരായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാണ് ഈ വെളിപാടുകൾ കിട്ടേണ്ടത്? പറയും. പക്ഷെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? വ്യഗ്രത. നമ്മൾ അവിടെ, അത് ഇപ്പം നിങ്ങളുടെ കുറ്റമല്ല, നമ്മൾ അണ്ടർ ഒബീഡിയൻസ് അല്ലേ. നമ്മൾ ചെയ്യാൻ പറയുന്നത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മേലൊക്കെ കോരിത്തിരിക്കുകയാണ്. എന്തോ ഒരു പുതിയ ആശയം കിട്ടിയിരിക്കുന്നു. നമ്മൾ ഈ വ്യഗ്രതയുടെ മധ്യത്തിലും എങ്ങനെയെങ്കിലും കുറച്ചു നേരം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. ഇപ്പം ഞാൻ കാര്യം എന്തോരം ഓടി നടക്കണുണ്ടെങ്കിലും കുറേ സമയം ഞാൻ ശാന്തമായിട്ടിങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ധ്യാനിക്കും. ഒരു ചെറിയ വചനമൊക്കെ ആയിരിക്കും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നത്. ഞാൻ വിട്ടുകൊടുക്കില്ല. അതെങ്ങാണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ ഈശോ പറഞ്ഞ കേട്ടോ, അവൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനെ അത് മനസ്സിലാവുള്ളൂ. എന്നിട്ട് പറയാണ്, പിതാവേ, ഇതായിരുന്നു അങ്ങയുടെ വലിയ പദ്ധതി. എന്താ അതിന്റെ അർത്ഥം? ഒന്നുകൂടി വായിച്ചേ. 10:21 ഒന്നുകൂടി വായിച്ചേ. എല്ലാവരും ശബ്ദമുയർത്തുന്നു വായിച്ചേ. ഇനി ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും. ഇത് ജ്ഞാനികളും ബുദ്ധിമാന്മാരെന്നും ഇവിടെ ഈശോ വിവക്ഷിക്കുന്നത് നിക്കോദേമോസും ഫരിസേയരും നിയമജ്ഞരും നിയമ പണ്ഡിതന്മാര്, പഴയ നിയമം മുഴുവനും പഠിച്ച് പാസ്സായിരിക്കുന്ന ആളുകളാണ് അവർ.
പക്ഷെ അവർക്കൊന്നും, അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ് ഇങ്ങനെ മിശിഹ വരുമെന്നെല്ലാം. പക്ഷെ മിശിഹ വന്നു, അവരുടെ മുമ്പിൽ നിൽക്കുന്നു, പക്ഷെ അവർ കാണുന്നില്ല. അതാണ് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അവൻ ഉപമകളിലൂടെ എല്ലാം പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നത്, നിങ്ങൾ എത്ര ബിസി ആണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊരു ഇടവേളയൊക്കെ ഉണ്ടല്ലോ. റിക്കളക്ഷൻ ഡേ ആയിട്ടും മാസത്തിൽ ഒരു ധ്യാന ദിവസമൊക്കെ ഉണ്ടല്ലോ. ഉണ്ടോ ഇല്ലയോ? രാവിലെ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ സമയമുണ്ടല്ലോ. ഈ സമയമെല്ലാം ഹൗ യു ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. 1 മണിക്കൂർ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ധ്യാന സമയത്ത് ആ 1 മണിക്കൂർ ക്വാളിറ്റി, ആ 1 മണിക്കൂർ കൊണ്ട് കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തി തരാൻ പറ്റും. അവിടെ നമ്മൾ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കരുത്. പ്രവൃത്തി അത് കഴിഞ്ഞ് നടന്നോളും. അതാണ് ചാട്ട പശുവിനെ അടിക്കുന്നവൻ, അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. നമ്മളങ്ങനെ ചിന്തിക്കാനുള്ള, നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം, മണവാളനെക്കുറിച്ച് ചിന്തിക്കണം, അവൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കണം, അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം ടീച്ചറാണെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന എത്ര കുട്ടികളുണ്ട്, അവരിലേക്ക് നമ്മളിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം പകരണം. ഒരു നേഴ്സാണെങ്കിൽ അവരാരെ സ്പർശിക്കുന്നു, ഏത് രോഗിയുടെ അടുത്ത് ചെല്ലുന്നു, അവരുടെ യേശു അനുഭവം ഉണ്ടാകണം. നമ്മൾ സാമൂഹ്യ പ്രവർത്തകരാണെങ്കിൽ അവരിലേക്ക് യേശു അനുഭവം ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ആർക്ക് അനുഭവം ഉണ്ടാവണം? നമ്മളിൽ ഉണ്ടാകണം. ആ നമ്മളിൽ അനുഭവം എന്ന് പറയുന്നത് ഫരിസേയരും നിയമജ്ഞരുടെ അനുഭവം പോലെ അല്ല. ഈശോ പറഞ്ഞു കേട്ടോ, ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കളെ പോലെ. അപ്പൊ ഇവിടെ ശിശു എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് ശിശുക്കൾ. യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവരാജ്യത്തിൽ ശിശുക്കളെ പോലെ ദൈവമക്കളാണ് പറഞ്ഞത്. അവർ ഈശോയെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച് അവരെല്ലാവരും മക്കളാണ്. അവർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കും. ആ വെളിപ്പെടുത്തി കൊടുക്കലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ജ്ഞാനവും നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതാണ് ജ്ഞാനസ്ഥാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയെല്ലാം നമ്മളിൽ നടക്കുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി ശാന്തമായ ഒരു മനോഭാവം തരണമേ. ഈ ധ്യാന ദിവസങ്ങളിൽ മറ്റൊന്നും ചിന്തിക്കാതെ അങ്ങയുടെ വെളിപാടുകൾക്കായി ജ്ഞാനത്തിനായി ഞാൻ കാതോർക്കുന്നു, ഞാൻ ഹൃദയം തുറക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ദൈവിക രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ജ്ഞാനം നൽകണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശാന്തമായി അരമണിക്കൂർ ഇൻ്റർവെല്ലാണിപ്പോൾ. ചായ കിട്ടുമെന്ന് അറിഞ്ഞൂടാ, വെള്ളം എങ്ങനെയായാലും കിട്ടും. ചായ ഉണ്ടോ? ആ, താങ്ക് യു. എല്ലാവർക്കും ചായ തന്നെ കുടിച്ചോ. ഈ ഉറക്കമൊക്കെ വരണ നേരത്തെ ഇത്തിരി ചായ കുടിക്കുന്നത് നല്ലതാണ്. ചായ കുടിച്ച് അല്പസമയം ശാന്തമായി എവിടെയെങ്കിലും നടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്ത് 11:15 വരണം. ഇതൊരു മെഡിറ്റേഷൻ ടൈമാണ്. നിങ്ങൾക്ക് ഈ കേട്ട കാര്യങ്ങൾ ധ്യാനിക്കാനുള്ള സമയമാണ്. ധ്യാനിക്കുക കേട്ടോ, ധ്യാനിക്കുക. എനിക്കറിയാം നിങ്ങൾ ധ്യാനിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ആരോടും സംസാരിക്കുകയൊന്നുമില്ല, ഈശോയോട് മാത്രം സംസാരിച്ച് അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് 11:15 എല്ലാവരും വരിക. താങ്ക് യു. ഈ സമയത്ത് ഞാനിവിടെ ഉണ്ട്, എന്നെ കാണാൻ വരാം.